അപ്പോൾ മക്കളെ നമ്മൾ ഡാറ്റ പിക്ചേഴ്സ് എന്നുള്ള ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ. സിമ്പിൾ ചാപ്റ്ററാണ്. നമ്മൾ ബാർഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഫുഡ് നോക്കിയും 35, അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് എന്താണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ് 25%. ഈ ഒരു ബാർഗ്രാഫ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 6th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എഡ്യൂക്കേഷൻ്റെ ലെവൽ നോക്കി ബാർഗ്രാഫിൽ 20ൻ്റെ അവിടെ വരും. അതുപോലെ അടുത്തത് അതേഴ്സ് നമുക്ക് 50%, സേവിങ്സ് അവിടെ നമുക്ക് എന്ത് വരും, സേവിങ്സ് നമുക്ക് എന്ത് വരും, എത്ര പെർസെൻറ്റേജ് വരും, 10% വരും അല്ലേ. അതുപോലെ നമ്മൾ ഇതേപോലെ സർക്കിളിൽ വരയ്ക്കുന്ന ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ചാർട്ടാണ് നമ്മുടെ പൈ ചാർട്ട്. എന്താണ് മക്കൾസെ, പൈ ചാർട്ട്. ഈ പൈ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ കാരണം പൈ എന്ന് പറയുന്നൊരു സ്നാക്ക് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് നമ്മളെ പിസ്സൻ്റെ പോലെ ഒരു സാധനമാണ്. പിസ്സ കട്ട് ചെയ്യുന്നത് പോലെയല്ലേ ഈ ഒരു പൈ ചാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് പൈ ചാർട്ട്. അതിൽ നമ്മൾ നോക്കിയൊക്കെ ഇതാണ് നമ്മുടെ പൈ അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ടാകുന്ന പിസ്സ പോലുള്ള ഒരു സാധനമാണ് നമ്മുടെ പൈ. അപ്പോൾ അതിനെ പീസാക്കുന്നത് പോലെയാണ് ഈ പൈ ചാർട്ട്. നമുക്കറിയാം ഒരു പ്രൊട്രാക്ടറിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 പ്രൊട്രാക്ടർ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു പൈ ചാർട്ട് നോക്കിയേ, ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും, ഈ സെൻറ്ററിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ വരച്ചത് നോക്കി മക്കൾസെ, 35% ആണ് നമ്മുടെ ഫുഡ്, ഹെൽത്ത് 25%, എഡ്യൂക്കേഷൻ 20% ആൻഡ് അതേഴ്സ് 50% ആൻഡ് സേവിങ്സ് 50%. അപ്പോൾ മക്കളെ നമ്മുടെ 100ലാണ് 100ലല്ലേ നമ്മൾ 35% എന്ന് പറയുന്നത്. അപ്പോൾ ആ 100ൻ്റെ 35% പറയുമ്പോൾ എന്താണ്, മൊത്തം 360ൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, നമ്മൾ 360ൻ്റെ 35% കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ നമ്മൾ 360 × 35/100 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് 126. ഇനിയിപ്പോൾ ഹെൽത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ 360 × 25/100. അപ്പോൾ 25ഉം 100ഉം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ എന്താ, നമുക്ക് 1/4 എന്ന് കിട്ടും അല്ലേ, കിട്ടൂലേ മക്കൾസ്, 1/4 എന്ന് കിട്ടും. അപ്പോൾ 360/4 നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി കിട്ടും. അതേപോലെ തന്നെ 20/100 360നോട് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കിട്ടും. 0s ക്യാൻസലായി പോയി, നമുക്ക് എന്ത് കിട്ടും, 72 കിട്ടും. 36 × 2 72 അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, 72 കിട്ടും. സിമ്പിളായിട്ട് ചെയ്തുകൂടെ മക്കൾസേ അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഈസിയുള്ള ചാപ്റ്ററാണ്. അതുപോലെ തന്നെ അതേഴ്സും എങ്ങനെ ചെയ്യാം, നമ്മൾ 360 × 50 എന്ത് ചെയ്താൽ മതി 100. നമുക്ക് എന്ത് കിട്ടും, അവിടെ നമ്മൾ 0 ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് 15നെയും 10നെയും നമ്മൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3/2 വരും. ഇനി 2ഉം 18 ക്യാൻസൽ ചെയ്യുമ്പോൾ 54 കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മുടെ 360 × 5/100 നമ്മൾ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് 1/20 കിട്ടും. അപ്പോൾ 360 / 20 അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും അല്ലേ. അപ്പോൾ എന്താ, ടോട്ടൽ 360 ആണെങ്കിൽ അതേ ഇൻറ്റു ടോട്ടലിൻ്റെ എത്ര ഭാഗമാണെന്നുള്ളത് ഇൻറ്റു ചെയ്താൽ മതി. എങ്ങനെ വരയ്ക്കുക, ആംഗിൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സർക്കിൾ വരച്ചു, എന്നിട്ടൊരു റേഡിയസ് വരയ്ക്കുന്നു. നമുക്ക് ആദ്യം കിട്ടിയത് 126 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു 126 നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് നമ്മൾ വരയ്ക്കുന്നു. ഇനി രണ്ടാമത് കിട്ടിയ ആംഗിൾ 90 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇപ്പുറത്ത് ഈ സൈഡിലേക്ക് പ്രൊട്രാക്ടർ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി വരയ്ക്കുന്നു. ഇനി അടുത്ത ആംഗിൾ എങ്ങനെ നമ്മൾ വരയ്ക്കുക, അതേപോലെ 72 ഡിഗ്രി എടുത്ത് വരയ്ക്കുന്നു. ഓക്കെ അല്ലേ, സെറ്റല്ലേ മക്കൾസേ, സിമ്പിളാണ് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബാക്കിയുള്ള എത്രയാണ് നമുക്ക് നേരത്തെ അവിടെ കിട്ടിയത്, ആ ഒരു 54 എന്നുള്ള ആംഗിൾ അവിടെ കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഒക്കെ ടോട്ടൽ അതിൻ്റെ ഒക്കെ ബാക്കിയുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള എത്ര ആംഗിളാണ് നമുക്ക് കിട്ടിയത്, നമുക്ക് 18 ആംഗിളല്ലേ കിട്ടിയത്. ആ ഒരു 18 എന്ത് കിട്ടും, അവിടെ കിട്ടും.